നമസ്കാരം. അയോധ്യയിലെ രാമക്ഷേത്രത്തിന് ആശംസ അർപ്പിച്ചതിൻ്റെ പേരിൽ ഗായിക KS ചിത്രയ്ക്കെതിരെ കമ്മികളും സുഡാപ്പികളും നടത്തുന്ന സൈബർ ആക്രമണം അതിരുവിട്ടു പോകുകയാണ്. എന്താണ് ചിത്ര ചെയ്ത തെറ്റ്? രാജ്യത്തെ ഒരു പ്രധാന ക്ഷേത്രത്തിന് ആശംസ നേർന്നു. ഈ നാട്ടിൽ ഒരാൾക്കും അഭിപ്രായ സ്വാതന്ത്ര്യമില്ലേ? പലസ്തീൻ ഇസ്രയേൽ വിഷയത്തിൽ പലസ്തീനെ അനുകൂലിച്ച് പറഞ്ഞിരുന്നതെങ്കിൽ ചിത്രയ്ക്ക് ഈ അനുഭവം ഉണ്ടാകുമായിരുന്നു. ചിത്രയ്ക്കെതിരെ നടക്കുന്ന സൈബർ ആക്രമണങ്ങളുടെ പശ്ചാത്തലത്തിൽ ഗായകൻ G വേണുഗോപാൽ ഒരു കുറിപ്പ് സമൂഹ മാധ്യമത്തിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. വളരെ ഹൃദയസ്പർശിയായ ആ കുറിപ്പ് ഇങ്ങനെയാണ്: ഇക്കഴിഞ്ഞ 50 വർഷത്തിലേറെയായി KS ചിത്രയെ അറിയാം. കഴിഞ്ഞ ദിവസങ്ങളിൽ ചിത്രയുടേതായി ഒരു വീഡിയോ വന്നത് സമൂഹ മാധ്യമങ്ങളിൽ കാണാനിടയായി. അയോധ്യയിലെ രാമക്ഷേത്ര പ്രതിഷ്ഠാ ദിനത്തിൽ പ്രാർത്ഥനാ നിരതരാവേണ്ടതിനെക്കുറിച്ചാണ് വീഡിയോ. തുടർന്ന് ആ മഹാഗായികയെ ആരും സ്നേഹിച്ചു പോകുന്ന വ്യക്തിത്വത്തെ അപമാനിച്ചും അവരെ ഒറ്റപ്പെടുത്തേണ്ട ആവശ്യകതയെക്കുറിച്ചും നിരവധി പോസ്റ്റുകൾ പ്രത്യക്ഷപ്പെട്ടു. ഇന്നുവരെ യാതൊരു വിധത്തിലുള്ള കോൺട്രവേഴ്സികളിലും ഉൾപ്പെടാത്ത ചിത്രയെ സംബന്ധിച്ചിടത്തോളം ഇതെല്ലാം വല്ലാത്ത സങ്കടമാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഇക്കഴിഞ്ഞ 44 വർഷങ്ങളിൽ ചിത്ര പാട്ട് പാടുക മാത്രമേ ചെയ്തിട്ടുള്ളൂ. വായനയോ എഴുത്തോ രാഷ്ട്രീയാഭിമുഖ്യമോ ചിത്രയ്ക്കില്ല. ഈ ഒരു വിഷയത്തിലും ചിത്രയെ സംബന്ധിച്ചിടത്തോളം ഭാരതത്തിലെ ഒരു വലിയ അമ്പലവും അതിനോടുള്ള ഭക്തിയും മാത്രം. സംഗീതം, ഭക്തി, സാധന, സ്നേഹം, സമഭാവന, ഇതിനപ്പുറമൊന്നും അവരുടെ ചിന്താമണ്ഡലത്തിലില്ല. ചിത്ര ചെയ്ത ജോലിയുടെ ആഴവും വ്യാപ്തിയും നോക്കിയാൽ ഒരു കാര്യം മനസ്സിലാകും: അവർ പാടിയ ഓരോ പാട്ടിലും 90% അതിലധികമോ അവർ സംഭാവന ചെയ്തിട്ടുണ്ട്. ശാരീരികമായി വിഷമതകൾ അനുഭവിക്കുമ്പോഴും ഒരു വേദിയിൽ പോലും ചിത്രയുടെ ശബ്ദമിടറി ഞാൻ കേട്ടിട്ടില്ല. ഈ ഭൂമിയിലേക്ക് പാടുക എന്ന കർമ്മമനുഷ്ഠിക്കാൻ മാത്രം വന്നു ചേർന്ന ഒരു മഹാപ്രതിഭയാണ് ചിത്ര എന്നത് എല്ലാവർക്കും അറിയാവുന്ന ഒരു സത്യം മാത്രം. ഇത്രയും ഗാനങ്ങൾ നമുക്ക് പാടിത്തന്ന ചിത്ര പറഞ്ഞതിനോട് അഭിപ്രായ വ്യത്യാസമുണ്ടെങ്കിൽ നമുക്ക് ഒരു പ്രാവശ്യം ക്ഷമിച്ചുകൂടെ? വൈകുന്നേരം 4 നാമം ജപിക്കട, ഞായറാഴ്ച തോറും പള്ളിയിൽ പോ, 5 നേരം നിസ്കരിക്കണം എന്നൊക്കെ ഉപദേശിക്കുന്ന അമ്മമാരും മുതിർന്ന ചേച്ചിമാരുമില്ലാത്ത ഒരു വിപ്ലവകാരിയുടെ വീട് പോലും ഉണ്ടാകില്ല. അഭിപ്രായ വ്യത്യാസമുണ്ടെങ്കിൽ ആരും അവരെ ഉപേക്ഷിക്കുകയോ ബന്ധം വേർപെടുത്തുകയോ ചെയ്യാറില്ല. സമൂഹ മാധ്യമമാകുന്ന ഈ പുതിയ കളിപ്പാട്ടത്തിൽ നമ്മൾ മലയാളികൾ അഭിരമിക്കുന്നു. ധൈര്യപൂർവ്വം നമ്മൾ അതിലൂടെ നേരിൻ്റെ ഒരു അരികു ചേർന്ന് നടക്കാറുണ്ട്. പലപ്പോഴും ചിലപ്പോൾ കർശനമായ തീട്ടൂരങ്ങളും നമ്മൾ പുറപ്പെടുവിക്കാറുണ്ട്. ചിത്രയുടെ കാര്യത്തിൽ എന്ന പോലെ നമ്മൾ മലയാളികൾക്ക് ലോകോത്തരം എന്ന ലേബലിൽ സംഗീത ലോകത്തിൻ്റെ നെറുകയിൽ ചൂടിക്കാൻ ഒരു ചിത്രയും ഒരു യേശുദാസുമൊക്കെയാണുള്ളത്. ഒരു മനുഷ്യായുസിൽ ചെയ്യാൻ സാധിച്ചതിൽ എത്രയോ അധികം ഇവർ ചെയ്തിരിക്കുന്നു. അത് മുഴുവൻ കേട്ടാസ്വദിക്കാനും കൃത്യമായി വിലയിരുത്താനും നമുക്ക് പോരാ ഒരു മനുഷ്യായുസ. ഈ വ്യക്തികളോട് നിങ്ങൾക്ക് നിസ്സഹകരിക്കാം, വാക്കുകൾ മുഖവിലക്കെടുക്കാതിരിക്കാം. ഇവരാരും രക്തം ചിന്തിയ വഴികളിലൂടെ വന്ന് അധികാര ശ്രേണികളിൽ ഇരിക്കുന്നവരല്ല. ഇവർ ശ്രുതിയിലും താളത്തിലും ഭാവാത്മകമായി നമ്മുടെ ഗാനലോകത്ത് ചിരപ്രതിഷ്ഠ നേടിയവരാണ്. അവരെ വേദനിപ്പിക്കാതിരിക്കാൻ നമുക്ക് ശ്രദ്ധിക്കാം എന്നു മാത്രമാണ് എൻ്റെ അഭ്യർത്ഥന. ഇങ്ങനെയാണ് G വേണുഗോപാൽ തൻ്റെ കുറിപ്പ് അവസാനിപ്പിച്ചിരിക്കുന്നത്. സാമൂഹിക രാഷ്ട്രീയ വിഷയങ്ങളിൽ പ്രതികരിക്കുകയോ അഭിപ്രായം പറയുകയോ ചെയ്യുന്ന ഒരാളല്ല KS ചിത്ര. ഇതുവരെ ഒരു വിവാദങ്ങളിലും അവർ പെട്ടിട്ടുമില്ല. അതുപോലെയുള്ള ഒരാൾക്കെതിരെ അതിനീചമായ ഭാഷയിൽ സൈബർ ആക്രമണം നടത്തുന്ന കമ്മി ജിഹാദി സുഡാപ്പികളോട് ഒന്നും പറയാനില്ല. അർഹിക്കുന്ന അവജ്ഞയോടെ തള്ളിക്കളയാനല്ലാതെ.